നമസ്കാരം. കോൺഗ്രസിന്റെ സൗമ്യമുഖം നിലപാടുകളുടെ കാര്യത്തിൽ പാർട്ടിക്കകത്തും പുറത്തും കണിശമായ വാക്കുകളുമായി നിലപാടുകൾ സ്വീകരിക്കുന്ന യുവമുഖം ശ്രീ VT ബൽറാമാണ് നമുക്ക് അതിഥിയായി എത്തുന്നത്. വാം വെൽക്കം ശ്രീ ബൽറാം. ബൽറാമിന്റെ കോളേജ് ടൈം മുതലൊക്കെ തുടങ്ങണം തോന്നുന്നു. ബൽറാം കെമിസ്ട്രിയിൽ റാങ്ക് ഹോൾഡർ, MBA മാസ്റ്റേഴ്സ്. കോൺഗ്രസ്സുകാരനായിരുന്നില്ലെങ്കിൽ ബൽറാം എന്താകുമായിരുന്നു? എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരനായി? ഈ ചോദ്യം മുൻപ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇൻ്റർവ്യൂസിനെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ കോൺഗ്രസ്സുകാരനല്ലായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചോദ്യം സത്യത്തിൽ എനിക്ക് സീരിയസ് ആയിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അതായത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവണം അല്ലെങ്കിൽ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ ഓരോ കുട്ടികളെന്ന നിലയ്ക്ക് ആലോചിച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ്സുകാരനാണ്. അതായത് ഇപ്പം എൻ്റെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് പ്രായത്തിൽ തന്നെ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കണം, മുഖ്യധാരയിൽ വരണം, അതിൽ തന്നെ കോൺഗ്രസ്സാണ് എനിക്ക് ചേരുന്നൊരു പാർട്ടി, എൻ്റെ കാഴ്ചപ്പാടുകളുമായിട്ട് ചേർന്ന് പോകുന്നൊരു പാർട്ടി കോൺഗ്രസ്സാണ്. ഇതൊക്കെ എൻ്റെ ഒരു 10ാം ക്ലാസ്സിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനമെടുത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അല്ലായിരുന്നെങ്കിൽ എന്നുള്ളൊരു കൺസേണേ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ളൊരു ചോദ്യം തന്നെ എൻ്റെ ജീവിതത്തിന് മുമ്പിൽ വന്നിട്ടില്ല. അതായത് പൊളിറ്റിക്സിനെ കുറിച്ച് സാധാരണഗതി നമ്മുടെയൊക്കെ ഒരു ഹൈസ്കൂൾ ടൈമിലാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധം, നമ്മുടെ നിലപാടുകൾ, ഈവൻ നമ്മളെ എന്താകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഒരു ബോധം രൂപപ്പെടുന്ന ഒരു സമയമാണ്. അതായത് നമ്മുടെ കൗമാരം ആരംഭിക്കുന്ന സമയം. ആ സമയം മുതൽക്ക് തന്നെ നമുക്ക് ചുറ്റുമുള്ളത് എന്താണോ അതിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി സാധാരണഗതിയിൽ ടീനേജേഴ്സിനുണ്ട്. അതായിരുന്നു VT ബൽറാമിന്റെ കോൺഗ്രസ് ആഭിമുഖ്യത്തിന് കാരണം. പറഞ്ഞത് ശരിയാണ്. ആ പ്രായത്തിലാണ് മിക്കവാറും ആളുകളൊക്കെ പൊളിറ്റിക്സിനെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ കാര്യത്തിൽ അല്പം വ്യത്യാസമായിട്ട് പറഞ്ഞത്, ഞാനങ്ങനെ കോൺഗ്രസ് ആഭിമുഖ്യത്തിലുള്ള ഒരാളായി മാറിയെന്ന് മാത്രമല്ല, കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാനുള്ള തീരുമാനവും ആ പ്രായത്തിൽ തന്നെ എടുത്തു എന്നുള്ളതാണ്. ഒരു ഭാവിയിൽ കോൺഗ്രസ്സുകാരനായണം, മുഖ്യധാരയിൽ രാഷ്ട്രീയത്തിൽ തന്നെ വരണം എന്നുള്ള തീരുമാനം പോലും ആ ഘട്ടത്തിൽ എടുത്താണ്. പിന്നെ അതിൻ്റെ ഒരു എക്സാക്ട് ട്രിഗറായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ 8ാം ക്ലാസ്സിൽ കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രായത്തിലാണ്. ആ ഒരു വെക്കേഷൻ സമയത്താണ് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം ഉണ്ടാകുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വരുന്നു, ഞാൻ അതിനെക്കുറിച്ചൊക്കെ വായിക്കുന്നു. 1991 മെയ് 21. അപ്പോൾ സ്വാഭാവികമായിട്ടും TV ഒക്കെ വരുന്ന സമയമാണ്. TV-യിലൊക്കെ രാജീവ് ഗാന്ധിയെക്കുറിച്ച് അങ്ങനെ കുറേ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തത് മരണത്തിന് ശേഷമാണ്. അതിനു മുമ്പ് നമ്മൾ വളരെ ചെറിയ കുട്ടികളായിരുന്നല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചില ദൃശ്യങ്ങൾ ദൂരദർശനിലൊക്കെ കണ്ട ഓർമ്മയുണ്ട് എന്നല്ലാണ്ട് അതിനപ്പുറത്തില്ല. അപ്പോൾ ഈ മരണത്തിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വായിക്കും അറിയുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് തോന്നിയ ഒരു പേഴ്സണലായിട്ടുള്ള ആരാധന, അട്രാക്ഷൻ, അതുവഴി സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനിടയായി. അപ്പോൾ അതിനുശേഷം 91 ഗവൺമെൻറ് നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ വന്നു. ആ ഒരു കാലഘട്ടം വലിയ ചേഞ്ചസിൻ്റെ കാലഘട്ടമായിരുന്നു രാജ്യത്തെ സംബന്ധിച്ച്. മൊത്തത്തിൽ പുതിയ സാമ്പത്തിക നയങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നു. അതോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയി. കോൺഗ്രസ്സുകാരനാക്കി അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്കങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല. എൻ്റെ ഒരു അങ്ങനല്ല, എൻ്റെ ഒരു അമ്മാവൻ, നേരിട്ട് അമ്മാവനല്ല, പക്ഷേ എന്നാൽ പോലും എൻ്റെ അമ്മയ്ക്ക് നേരിട്ട് പ്രദേശമില്ല. അപ്പോൾ അമ്മാവൻ സ്ഥാനത്തുള്ള എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം കുറച്ച് നേരത്തെ മരിച്ചതാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെയാണ്. അപ്പോൾ ആ പ്രായത്തിൽ എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇതാണ് എന്നെ സംബന്ധിച്ചൊരു വഴിത്തിരിവായി മാറിയത് എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ഈ പറയുന്ന 1991 എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ഗെയിം ഒക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്സിൻ്റെ വേറൊരു തലം കൂടി ഉള്ളൊരു കാലം കൂടിയാണ് 1991 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുവരെ ഡിഫീറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1970 കഴിഞ്ഞ് പിന്നീട് ഈ വരുന്ന സമയം 1991 എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും ഒരു എന്താ പറയുക, ചെറിഷ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് കേരളത്തിലെ കോൺഗ്രസിൽ ആക്റ്റീവായി ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് ചലഞ്ചിങ് അല്ല. കാരണം നേതാക്കളുടെ ബാഹുല്യം ആ സമയത്ത് കൂടുതലല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് ഏതൊരാളും ഇറങ്ങുക ചിലപ്പോൾ അവരവരുടെ പരിസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആരാണോ സ്ട്രോങ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ. എൻ്റെ മേഖലയിൽ അങ്ങനെ കോൺഗ്രസ് സ്ട്രോങ് അല്ല. ഞാൻ പറഞ്ഞത് ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ ഈ കോൺഗ്രസ്സുകാരനാവാൻ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തെങ്കിലും ഞാനൊരു റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല, അവിടെ നേരിട്ടുള്ള പ്രവർത്തനം ഇല്ല. അത് എനിക്ക് +2-ന് ശേഷം മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ സത്യത്തിൽ ഈ +2 കഴിയാൻ വേണ്ടി ഞാൻ കാത്തുകയായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ ലീഡർഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ തള്ളിച്ചയുണ്ടോ എന്നൊന്നും എന്നെ സംബന്ധിച്ച് പ്രസക്തമല്ല. അപ്പം ഞങ്ങൾ ക്ലാസ്സിനകത്തൊക്കെ തന്നെയുള്ള വിവിധ അനുഭാവികളുണ്ടാവുമല്ലോ, ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ തർക്കവും യുദ്ധവും ഒക്കെ നടക്കുന്ന സമയമാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നേരിട്ടുള്ള പ്രവർത്തനത്തിന് മുമ്പ് തന്നെ നമ്മൾ കുറേയും കൂടിയും ഐഡിയോളജിക്കലി കോൺഗ്രസ്സുമായിട്ട് നമ്മുടെ ബേസ് ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രവർത്തനത്തിലേക്ക് കൂടുതൽ കടക്കുന്നത്. ഇപ്പോൾ കെമിസ്ട്രി റാങ്ക് ഹോൾഡർ ആണെന്ന് ഒക്കെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണെന്നാണ് പൊതുവേ ഈ സയൻസ് ഗ്രൂപ്പ് ഒക്കെ ആയിരുന്നു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാമലയായിരുന്നു കെമിസ്ട്രി ഒക്കെ. അപ്പോൾ അതിൽ റാങ്ക് ഹോൾഡർ ആയ ഒരാൾ ആക്റ്റീവായി പൊളിറ്റിക്സിൽ കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിച്ചു ആ സമയത്ത്? അന്ന് സത്യത്തിൽ ഈ ഡിഗ്രി കോഴ്സസ് BSc എന്നൊക്കെ പറയുന്നതാണ് ഒരു മെയിൻ സ്ട്രീം. കാരണം എൻജിനീയറിംഗ് കോഴ്സസ് ഒക്കെ തന്നെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. വളരെ ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് എൻജിനീയറിംഗ് ചേരുന്നത്. അപ്പം തന്നെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ 5000 സീറ്റ് മറ്റേ ഉള്ളൂ. ഗവൺമെൻറ് കോളേജുകൾ മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് 1-2 എയ്ഡഡ് കോളേജുകളേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഡിഗ്രിക്ക് തന്നെ നല്ല ഒരു പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ റാങ്ക് ഹോൾഡർ ആണെന്നൊക്കെ പറയുമ്പോൾ അന്ന് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിഗ്രിയുടെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ പടം മാതൃഭൂമി മനോരമയൊക്കെ ഫ്രണ്ട് പേജിൽ കളർ ഫോട്ടോ വെച്ചിട്ടാണ് വരിക. അപ്പം എനിക്ക് രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലായിരുന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ജയിച്ച് അങ്ങനെ KSUവിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് കാരണം എൻ്റെ ഫോട്ടോ മാത്രമല്ല ബോക്സ് ന്യൂസ് വരെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലൊക്കെ അച്ചടിച്ച് വരുന്നു. അപ്പോൾ അത്രയും വലിയ പ്രാധാന്യം ആ സമയത്ത് ഉണ്ടായിരുന്നു റാങ്കിന്. ഇപ്പം പിന്നെ ഒരുപാട് കോഴ്സുകളും ഒരുപാട് കോളേജുകളൊക്കെ ആയതുകൊണ്ട് ഉൾപേജുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ആ നിലയിലൊരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഈ സ്റ്റഡീസിനൊപ്പം ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തനവും കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വെല്ലുവിളിയില്ലേ? അങ്ങനെയൊന്നുമല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഫുൾ ടൈം എന്നുള്ള നിലയിൽ തന്നെ അക്കാഡമിക് ഇയറിൽ KSU പ്രവർത്തനമൊക്കെ ആയിട്ടാണ്, ക്യാമ്പസിൽ മറ്റേ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് നിറഞ്ഞേക്കുന്നത്. പിന്നെ സ്റ്റഡി ലീവിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് LLB ഒരു മാൻഡേറ്ററി ആണോ? ഞാൻ LLB ഒക്കെ പിന്നീട് അതിന് ശേഷം എടുത്തത്. ഞാൻ ആദ്യം BSc ചെയ്തു, പിന്നെ BTech 4 വർഷം ചെയ്തു, അതിനുശേഷം MBA കംപ്ലീറ്റ് ചെയ്തു, അതിനും ശേഷമാണ് LLB ചെയ്യുന്നത്. സത്യത്തിൽ എൻ്റെ ആ ഒരു അക്കാഡമിക് പെർസ്യൂട്ട് എന്നുള്ള നിലയിൽ മറ്റൊരാൾക്ക് അത് പകർത്താൻ കഴിയുന്നൊരു കാര്യമാണെന്ന് തോന്നില്ല, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു മാതൃകയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. ഞാൻ എപ്പോഴും അത് കറക്റ്റ് ചെയ്യാറുണ്ട്. എന്നെ ആ കാര്യത്തിൽ മാതൃകയാക്കരുത്. കാരണം എൻ്റെ ഫോക്കസ് തുടക്കം തൊട്ട് തന്നെ രാഷ്ട്രീയമായിരുന്നു. പിന്നെ ഞാൻ ആ കാര്യത്തിലൊരു തീരുമാനം എടുത്തു, ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി തുടരുന്നിടത്തോളം കാലം വിദ്യാർത്ഥിയായി കൂടി തുടരുക എന്നുള്ളത്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം VT ബൽറാം ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ? കുറച്ചുകൂടി പക്വത കാണിക്കാൻ തുടങ്ങിയോ? ഇല്ല, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നോട് കഴിഞ്ഞൊരു 15 വർഷത്തിനകത്ത് ഒരുപാട് ഇൻ്റർവ്യൂസ് പലരും നടത്തിയിട്ടുണ്ടല്ലോ പല ഘട്ടങ്ങളിൽ. എല്ലാവരുടെയും ഒരു മാൻഡേറ്ററി ചോദ്യമാണ് ഈ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചൊരു ചോദ്യം. ഞാനൊരു സോഷ്യൽ മീഡിയ പ്രൊഡക്റ്റ് അല്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാനടക്കമുള്ള ആളുകൾ മുഖ്യധാര രാഷ്ട്രീയത്തിൽ വന്ന് യുവജന സംഘടനയുടെ ഒക്കെ നേതാവായി വന്ന് ജനപ്രതിനിധിയായി വരുന്ന സമയത്താണ് കേരളത്തിൽ സോഷ്യൽ മീഡിയ ഒന്ന് അട്രാക്റ്റീവായി മാറുന്നത്. കുറച്ചും കൂടി 2016 ശേഷം അതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നതാണ്, ഞാൻ MLA സ്ഥാനാർത്ഥിയായി 2011 മത്സരിക്കുന്ന സമയത്ത് എനിക്ക് 1200 മറ്റോ ഫേസ്ബുക്ക് ഫ്രണ്ട്സേ ഉള്ളൂ. അന്ന് 5000 ആണ് ലിമിറ്റ്, അതുപോലും തികഞ്ഞിട്ടില്ല. ആ എലക്ഷൻ ക്യാമ്പയിൻ്റെ ഇടയിലാണ് എനിക്കൊരു 4000-ഓളം ആളിലേക്ക് വർദ്ധിച്ചത്. അപ്പോൾ ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു. 5000 ആണല്ലോ ലിമിറ്റ്. പിന്നെയാണ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ വന്നത്. ഞാൻ പറയുന്നത് ഒരു 10-15 വർഷം മുമ്പത്തെ ചരിത്രമാണെങ്കിൽ ഒരുപാട് പഴയ കാര്യം പോലെ തോന്നുന്നു, അത്രയും പെട്ടെന്ന് കാലം മാറുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാനങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രൊഡക്റ്റ് അല്ല, മറിച്ച് ഞാൻ ജനപ്രതിനിധിയായി വന്നപ്പോൾ അതിനോടൊപ്പം ഈ സോഷ്യൽ മീഡിയ കൂടി ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലായിട്ട് പറയാൻ തുടങ്ങി. അതിൻ്റെ ഒരു സ്പേസ് കോൺഗ്രസ് അനുവദിക്കുന്നുണ്ടല്ലോ അഭിപ്രായങ്ങൾ പറയാനും. ഒരു ബേസിക്കായിട്ടൊരു പാർട്ടി ലൈൻ ഉണ്ടാവും എന്നതിനപ്പുറത്ത് ഓരോ അഭിപ്രായവും നമ്മൾ പാർട്ടിയോട് ചോദിച്ച് പാർട്ടി നേതൃത്വത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടല്ലല്ലോ. ആ ലൈനിനകത്ത് നിന്നുകൊണ്ട് സ്വന്തമായിട്ട് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സ്പേസ് കോൺഗ്രസിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ ഇപ്പോൾ ഉള്ള കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയെന്നുള്ളൂ. പക്ഷെ അതൊക്കെ ഗ്രൗണ്ടിലുള്ള വർക്കിന് പകരമല്ല.
ഞാൻ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റും. ഇപ്പം ഞാൻ തോറ്റു നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും പറയാൻ പറ്റും, തൃത്താലയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള, ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി ഞാനായിരുന്നു. ഏറ്റവും കൂടുതൽ അവിടുത്തെ ഓരോ ഉൾപ്രദേശങ്ങളിലും എത്തുകയും ഒരുപക്ഷെ ആ നിയോജകമണ്ഡലത്തിൽ ഓരോ വീട്ടിലും എത്തിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം പറയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പലരും കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണെന്ന് തോന്നിയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ സ്റ്റാറുകൾ ഉണ്ടാവുന്ന, രാഷ്ട്രീയത്തിൽ പോലും സോഷ്യൽ മീഡിയ സ്റ്റാർസ് ഉണ്ടാവുന്ന കാലമല്ലേ? ഉണ്ട്. അത് കുറേയും കൂടി, അന്നത്തേക്കാൾ കുറേ കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പുതുതായിട്ട് എമർജ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനപ്രതിനിധി ആയിരുന്ന സമയത്ത് വാട്സപ്പ് ഇല്ല. ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു പ്രാരംഭ ദശയാണ്. ഇപ്പം പക്ഷേ ഇൻസ്റ്റഗ്രാമൊക്കെ വരുമ്പോൾ അവിടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒന്നും അല്ലല്ലോ കാര്യമായിട്ടുള്ള ഒരു ആളുകളത് ഉപയോഗിക്കുന്നത്. ആരും കമൻറ്റ് പോലും മര്യാദയ്ക്ക് ചെയ്യാറില്ലല്ലോ, ഇമോജീസൊക്കെ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അവിടെ ഫോട്ടോസ് ഇടുന്നു, റീൽസ് ഇടുന്നു, ആ നിലയിലുള്ളൊരു ഫീലിംഗ് ജനിപ്പിക്കുന്നു എന്നല്ലാണ്ട് കണ്ടന്റ് യഥാർത്ഥത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല. അതായത് ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ ഒരു പ്രശ്നം, അതായത് പ്രത്യേകിച്ചും ഈ പറയുന്നത് പോലെ ഒരു 2000 കിഡ്സിന്റെ, നമ്മൾ 2K കിഡ്സിൻ്റെതാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിനെ കൂടുതലായി പൊളിറ്റീഷ്യൻസ്, അത് എല്ലാ മേഖലകളിലുള്ളവരും, അതായത് ബിസിനസ് ആവട്ടെ, ഓണ്ടർപ്രണേഴ്സ് ആവട്ടെ, പൊളിറ്റീഷ്യൻസ് ആവട്ടെ, ആക്ടേഴ്സ് ആവട്ടെ, എല്ലാവരും തന്നെ ഇൻസ്റ്റഗ്രാമിനെ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ നേരത്തെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ പറയും ഒരു അമ്മാവൻ സിൻഡ്രോമാണ് ഫേസ്ബുക്കിനെന്ന് പറയുമ്പോൾ പോലും അവിടെ ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിമർശിച്ചാണെങ്കിലും അനുകൂലിച്ചാണെങ്കിലും അവിടെ പലപ്പോഴും കോണ്ടന്റ് വൈസ് ആണ് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറിയില്ലേ? 2K കിഡ്സ് പൊളിറ്റിക്കലി എത്ര അവെയർ ആണ്? ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫേസ്ബുക്കിനെ പോലുള്ള മീഡിയ നമ്മൾ കുറേയും കൂടിയും രാഷ്ട്രീയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും സംവാദങ്ങൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പല വിഷയങ്ങളും നമ്മൾ അതിലൂടെ റേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സമൂഹത്തിലുണ്ടായിരുന്ന പല മിസ്കൺസെപ്ഷൻസിനെ പൊളിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കാലമായിട്ട് നിലനിന്ന ഫേക്ക് നെറേറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെതിരായിട്ടുള്ള കൗണ്ടർ നെറേറ്റീവ്സിനെയൊക്കെ മുന്നോട്ട് വയ്ക്കാൻ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ ചർച്ച വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് മാത്രമായിട്ട് പരിമിതപ്പെടേണ്ടതല്ലോ. ഇല്ല, അല്ല, തീർച്ചയായും അത് അങ്ങനെ പരിമിതപ്പെടുത്തുന്നു എന്നുള്ളതല്ല. ഇപ്പോഴത്തെ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ രാജ്യം കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ കൂടുതലായി നമ്മൾ രാഷ്ട്രീയത്തെ, രാഷ്ട്രത്തെ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, ഭരണഘടനയെ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ ആ അതേ ഗൗരവം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കുണ്ടോ, ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇപ്പോൾ ചില കോളേജുകളിലൊക്കെ നമ്മളും ചില പരിപാടികൾക്കായിട്ടൊക്കെ ചില സമയത്ത് പല പൊളിറ്റിക്കൽ വിഷയങ്ങളെക്കുറിച്ച് ചില ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് തിരിച്ചതിന് പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാവുന്നില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഈ നമ്മുടെ ഫൗണ്ടിങ് ഐഡിയൽസ് ഓഫ് അവർ റിപ്പബ്ലിക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെട്ടതിൻ്റെ പുറകിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില ആശയങ്ങൾ, മൂല്യങ്ങൾ, ഒരു ചരിത്രം, അതിൻ്റെ പുറകിൽ നടന്ന ചില പോരാട്ടങ്ങൾ, അതൊന്നും മനസ്സിലാക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിനൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ പുതിയ തലമുറ വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ള, അതായത് ഇപ്പോഴത്തെ +1 +2 വിദ്യാർത്ഥികൾ പോലും അവർ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിലും അതെ, കഴിഞ്ഞൊരു 9 വർഷമായിട്ട് പിണറായി വിജയനെ അവർ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴത്തെ ഒരു വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ അതിന് മുമ്പുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിയാൻ അവർ ബോധേടുമല്ല. അപ്പം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ, അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള, വർഗീയമായിട്ടുള്ള, ഫാഷിസ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ആശയങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ ഒരു വാർത്ത, ഒരു BJP നേതാവ്, ഞങ്ങളുടെ പാലക്കാടുകാരനാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ത്രിവർണ്ണ പതാക മാറ്റണം, രാജ്യത്തിൻ്റെ ദേശീയ പതാക എന്നത് മാറ്റി കാവി പതാകയാക്കണം, പച്ച പതാക വേണമെങ്കിൽ കോൺഗ്രസും CPM-കാരൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനൊരു വലിയ പരിചയമായി മാറുകയാണ്. അദ്ദേഹം BJP-കാരനാണ് എന്നുള്ളത് കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു സുരക്ഷിതത്വമായിട്ട് മാറുകയാണ്. മറ്റേതെങ്കിലും ഒരു പേരുകാരനായിരുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും ഒരു മതപശ്ചാത്തലത്തിലുള്ള ആളായിരുന്നുവെങ്കിൽ രാജ്യദ്രോഹത്തിന് കേസെടുത്ത് NIA-യും UAP-യും ഒക്കെ ചുമത്തി ആ നിലയിൽ കോലാഹലം ഉണ്ടാക്കേണ്ട ഒരു വിഷയമാണ്. ഇതിപ്പം ഇവർ പറയുകയാണ്. കാരണം അത് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാനും കുറേയേറെ ആളുകളുണ്ട്. അതിൻ്റെ താഴെ കമൻസ് ഒക്കെ ആയിട്ട് വരുന്നത് നമ്മൾ കാണുമ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്ന് പറയാൻ വേണ്ടി കൂടി കുറേ ആളുകളുണ്ട്. അപ്പം നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ,
അതിൻ്റെ പുറകിലൊക്കെ ഒരു വലിയൊരു ലെഗസി ഉണ്ട്, വലിയൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. പല ഇത്തരം ചർച്ചകളും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ കാലത്ത് തന്നെ നടത്തപ്പെട്ടതാണ്. എന്നിട്ടാണ് പല ഇത്തരം തീരുമാനങ്ങൾ എടുത്തത്. അപ്പം അത് പലപ്പോഴും ഇപ്പോൾ ഗവർണർ, കേരളത്തിൻ്റെ ഗവർണർ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള, അതായത് നമ്മുടെ ഒരു യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ എന്താ പറയുക ഭരണത്തലവനാണ് അദ്ദേഹത്തിൻ്റെ വസതി എന്ന് പറയുമ്പോൾ ആ നിലയിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രസക്തിയുള്ള സ്ഥാപനമാണ്. അവിടെ RSSൻ്റെ കൺസെപ്റ്റിലുള്ള ഭാരത് മാത എന്ന് പറയുന്ന വലിയ ചിത്രം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുന്നിലാണ് ഒഫീഷ്യൽ പരിപാടികൾ നടത്തേണ്ടതെന്ന് പറയുകയാണ്. അതിനെതിരെ വിമർശിക്കുന്ന ആളുകളെ മുഴുവൻ രാജ്യദ്രോഹികളാക്കുകയാണ്. ഭാരത് മാതാവിനെയാണോ നിങ്ങൾ നിന്ദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ചിഹ്നങ്ങൾക്കും പ്രതീകങ്ങൾക്കും പുറകിൽ യഥാർത്ഥത്തിൽ വലിയ ചരിത്രമുണ്ട്. പക്ഷെ അതാ പറയാൻ ചോദിക്കും, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മണ്ണിന്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും ഒക്കെ പൊളിറ്റിക്കലി പലപ്പോഴും ഫൈറ്റ് ചെയ്യുമ്പോൾ പോലും ആ ഒരു ഫൈറ്റിന് ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അതിനൊരു രാഷ്ട്രീയമായൊരു മാനമുണ്ട്. പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും പറയും കേരളം എപ്പോഴും വർഗീയത ഇങ്ങനെ പടിക്ക് പുറത്ത് നിർത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ പലപ്പോഴും ഞങ്ങളൊക്കെ തന്നെയും പലപ്പോഴും അഭിമാനത്തോടു കൂടി ഈ വർഗീയവാദം പറയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു വർഗീയവാദിയെ പോലും കേരളത്തിനകത്ത് കയറ്റില്ല ഞങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഗവർണർ ഉണ്ടാകുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്നു, ഇപ്പോൾ രാജേന്ദ്ര അർക്കലേക്കർ വരുന്നു. ഇവരൊക്കെ വരുന്ന സമയത്ത് അതായത് കേരളത്തെ പിടിക്കാൻ കഴിയില്ല എങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ ഇങ്ങനെ വളഞ്ഞു പിടിക്കാൻ ഉള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? അങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിയാൽ കേരളം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഈ മതേതര വിശ്വാസികൾ എപ്പോഴും പറയുക ഞങ്ങൾ കേരളത്തിൽ സേഫാണ് എന്ന് പറയുന്ന ഇടത്തു നിന്ന് അവർക്ക് സേഫ് അല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഒന്ന്, കേരളം സമ്പൂർണ്ണമായി മതേതരവാദികളുടെ ഒരു പറുദീസയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും നമുക്ക് വേണ്ട. അതൊരു മിത്താണ്. കേരളത്തിൽ നല്ല രീതിയിലുള്ള വർഗീയവാദികളുണ്ട്, നല്ല ശതമാനം ആളുകളുണ്ട്. ഇപ്പോൾ BJPക്ക് പല നിയോജക മണ്ഡലങ്ങളിലും 35% വരെ വോട്ടുണ്ട്. എന്നാൽ കേരളം ഇപ്പോൾ BJPയുടെ ഒരു കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി നോക്കിയാൽ അത്തരം നിയോജക മണ്ഡലങ്ങളിൽ പോലും ചിലപ്പോൾ ഒരു 60% വരുള്ളൂ. അപ്പോൾ 60% ഹിന്ദുക്കളുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 30% BJPക്ക് വോട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം ആളുകൾ ഈ കമ്മ്യൂണൽ ഐഡിയോളജിയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കേരളത്തിലെല്ലാവരും മതേതര വിശ്വാസികളാണ്, മതേതര ബോധ്യമുള്ളവരാണ്, വർഗീയതയെ പടിക്ക് പുറത്ത് നിർത്തുന്നവരാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. മേ ബി കമ്പാരിറ്റീവ്ലി സേഫർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. മത ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചും മതേതര വിശ്വാസികളെ സംബന്ധിച്ചും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു സംരക്ഷണവും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അപരവൽക്കരണമില്ലായ്മയും ഒരു ഉൾക്കൊള്ളലും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു താരതമ്യത്തിൽ മാത്രമേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ അതോടൊപ്പം ഇപ്പം ഗവർണറുടെ ഇടപെടലൊക്കെ പറഞ്ഞ പോലെ ഗവർണറായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട രീതിയിൽ കേരള ഗവൺമെൻറ് ഫൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിലൊരു പക്ഷേ തൊട്ടടുത്ത തമിഴ്നാടിനെ അല്ലെങ്കിൽ ബംഗാളിൽ മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റിനെ അതിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവേശത്തോടു കൂടി ഒരു മാതൃകയാക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും. കാരണം സംഘപരിവാറിൻ്റെ ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഈ രാജ്ഭവനുകൾ വഴി അതത് സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കുക. പ്രത്യേകിച്ചും നോൺ BJP റൂൾ സ്റ്റേറ്റ്സിലെ ഭരണത്തെ സ്വാധീനിക്കാൻ രാജ്ഭവനുകളെ ഉപയോഗിക്കുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ത്രെറ്റാണ്. അതിനെതിരെ ആർജവത്തോടു കൂടി ഓരോ ഘട്ടത്തിലും നിലപാട് എടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത്. ആ ഒരു നിലപാട് പലപ്പോഴും കേരളത്തിൽ നേരത്തെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളപ്പോഴും ഇപ്പോഴും പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള വിമർശനമാണ്. ചില ഘട്ടങ്ങളിൽ ഇവർ ഒരു സ്റ്റേജ് നാടകം പോലെയുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ അജണ്ടയെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു അവിടെ? കോൺഗ്രസ് ആണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആദ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പുട്ടപ്പ് ചെയ്തത്. അത് ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഓർക്കണം. ഈ എന്താ പറയുക പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ
ഒരു ഐകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കി. ഞാനടക്കമുള്ള ആളുകളൊന്നും നിയമസഭയിലുണ്ട്. ഐകകണ്ഠ്യേനയാണ് പ്രമേയം പാസ്സാക്കിയത് 2019. അതെ, യഥാർത്ഥത്തിൽ ആ സമയത്ത് ഒ രാജഗോപാൽ എന്ന് പറയുന്ന BJPയുടെ MLA ഉണ്ട്. അദ്ദേഹം പോലും അബദ്ധത്തിൽ അതിനനുകൂലിച്ചാണ് അന്ന് നിലപാടെടുത്തത്. പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞു തോന്നുന്നു, അബദ്ധം പറ്റിയതെന്ന് മാറ്റാം. പക്ഷേ അദ്ദേഹം അപ്പോൾ ഐകകണ്ഠ്യേന ഒരു തീരുമാനം. ഈ കടലാസ് ഗവർണർ ചവറ്റുകൊട്ടയിൽ എറിയാണ്. എന്നിട്ട് ആ ഗവർണർ അതിൻ്റെ അടുത്ത ദിവസം നിയമസഭയിൽ തൻ്റെ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ആ ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത് അന്ന് UDF ആണ്. അന്ന് LDFിൻ്റെയും മുഖ്യമന്ത്രിയുടെയും AK ബാലനായിരുന്നു തോന്നുന്നു പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെയൊക്കെ റെസ്പോൺസ് പ്രതിപക്ഷം ഗവർണറെയും സർക്കാരിനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുകയാണ്, രാഷ്ട്രീയ തന്ത്രം പ്രയോഗിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ്, അതായത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരത്തെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ മര്യാദയില്ലാതെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ ഗവർണറെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു. അപ്പോൾ എന്താണ് കോൺഗ്രസ് ചെയ്തതെന്ന് ചോദിച്ചല്ലോ. ഇതാണ് ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് ആശയപരമായിട്ട് എതിർത്തത്. അതോടൊപ്പം അതിന് സെയിം സാധനം വീണ്ടും ആവർത്തിച്ചു. അത് എനിക്ക് തോന്നുന്നു കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രത്തിൻ്റെ നിയമങ്ങളുണ്ടായിരുന്നല്ലോ, അതിനെതിരെയും കേരള നിയമസഭ ഇതേപോലെ ഒറ്റക്കെട്ടായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഗവർണർ ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ആ ഘട്ടത്തിലും ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചത് ഞങ്ങളാണ്. അപ്പം ഞങ്ങൾ അത്തരം വിഷയങ്ങളിലാണ് ഞങ്ങൾ ഇടപെട്ടത്. ഇവരെ തർക്കിച്ചത് ഈ സർവകലാശാലകളുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ യോഗ്യത കഴിഞ്ഞ വൈസ് ചാൻസലറെ വെക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ അനുവദിക്കണോ വേണ്ടയോ, SFIക്കാരെ നിയമിക്കണോ ABPക്കാരെ നിയമിക്കണോ, ഈ വക തർക്കത്തിലാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ അതിനേക്കാൾ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഗവർണറുടെ രാഷ്ട്രീയത്തോട് മുഖാമുഖം പോരാടിയവരാണ്.